മലപ്പുറത്ത് ക്രൈസ്തവ ജീവനക്കാരുടെ ആദായനികുതി വിവരങ്ങൾ തേടാൻ ഉത്തരവിട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് വിദ്യാഭ്യാസ വകുപ്പ് 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശം നൽകി വി ശിവൻകുട്ടി. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ഹാൻസ് ജോൺ ആണ് ചേരുന്നത്. ഹാൻസ്, ഒരു വിചിത്രമായ ഉത്തരവായിരുന്നു. അതിലാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത്. എന്താണ് മന്ത്രി ഇക്കാര്യത്തിൽ പറയുന്നത്? സ്വാതി, ഈ ഉത്തരവ് റദ്ദാക്കിയതിനെ തുടർന്നാണ് ഇപ്പോൾ ഒരു വിശദീകരണവുമായി മന്ത്രി വി ശിവൻകുട്ടി തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും മന്ത്രി പറയുന്നത്, കഴിഞ്ഞ വർഷം നവംബർ 23-ന് കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള അബ്ദുൾ കലാം കെ ഇത്തരത്തിൽ സർക്കാർ ശമ്പളം വാങ്ങി ക്രിസ്ത്യൻ വിശ്വാസികളായിട്ടുള്ള അധ്യാപകർ ടാക്സ് അടക്കാതെ മുങ്ങി നടക്കുന്നു എന്നൊരു പരാതി നൽകുന്നു. ഇതിനെ തുടർന്ന് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ മലപ്പുറത്തെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് ഇത്തരത്തിൽ ഒരു നിർദ്ദേശം നൽകുന്നു. ഈ പരാതി അന്വേഷിക്കണം എന്ന് പറഞ്ഞ് നിർദ്ദേശം നൽകുന്നു. പക്ഷേ വീണ്ടും 2025 ഫെബ്രുവരി 13-ന് 2025 ഫെബ്രുവരി 20-ന് ഈ പരാതിയിന്മേൽ തുടർ നടപടികൾ ഇപ്പോൾ സ്വീകരിക്കേണ്ടതില്ല, അല്ലെങ്കിൽ അത് നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ട് മറ്റൊരു നിർദ്ദേശം കൂടി നൽകുന്നുണ്ട്. പക്ഷേ ഈ നിർദ്ദേശം പാലിക്കാതെ ആദ്യത്തെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറത്തെ വിദ്യാഭ്യാസ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർക്ക് അന്വേഷണം നടത്തണം, നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ട് ഉത്തരവ് നൽകുകയുണ്ടായത്. ഈ ഉത്തരവാണ് വിവാദമായി മാറിയത്. ഈ ഒരു അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 4 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇത് പ്രധാനമായും ഇത്തരത്തിൽ ഒരു വീഴ്ച ഉണ്ടായ സാഹചര്യത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റായിട്ടുള്ള മനോജ് പി കെ, ജൂനിയർ സൂപ്രണ്ട് അപ്സര, മലപ്പുറം വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ അധിക ചുമതല വഹിക്കുന്ന വിദ്യാഭ്യാസ ഓഫീസർ ഗീതാകുമാരി, അഴീക്കോട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ അധിക ചുമതല വഹിക്കുന്ന സീനിയർ സൂപ്രണ്ട് ഷാഹിന എ കെ എന്നിവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിൽ നിന്ന് 2 നിർദ്ദേശങ്ങൾ നൽകിയ സാഹചര്യത്തിൽ ഈ 2 നിർദ്ദേശങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് ഒരാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കാനും പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ സമൂഹത്തിൽ മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ പരാതിയുമായി മുന്നോട്ട് വന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ കലാം കേസിനെതിരെ DGPക്ക് പരാതി നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് ഇപ്പോൾ മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്വാതി. ശരി, മലപ്പുറത്താണ് ക്രൈസ്തവ ജീവനക്കാരുടെ ആദായ നികുതി വിവരങ്ങൾ തേടാൻ ഉത്തരവിട്ട ഉദ്യോഗസ്ഥർക്കെതിരെ ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് നടപടി എടുത്തിരിക്കുന്നത്. 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് മന്ത്രി വി ശിവൻകുട്ടി. ആ വിവരങ്ങളാണ് ഹാൻസ് നൽകിയത്.